ചെറിയ വാർത്തയെന്ന് ആരും കരുതരുത്, ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. അനന്തു ജീവനെ പോലെ കൊണ്ടിടത്തുന്ന സൈക്കിൾ മോഷണം പോയി. ചുറ്റി കെട്ടി വെച്ച സൈക്കിളാണ് ഇത്. പാടോട്ടുന്ന ആഗ്രഹിച്ച് വാങ്ങിച്ചത്. 2 കുട്ടികളാണ് ഈ സൈക്കിൾ എടുത്തുകൊണ്ട് പോയതെന്ന് അറിഞ്ഞു. നമസ്കാരം. എൻ്റെ കൂടെ ഒരു മോനുണ്ട്, അനന്തു എന്നാണ് പേര്. അനന്തുവിനൊരു ഭയങ്കര സങ്കടം. എനിക്ക് അവനെ ചേർത്ത് വിളിക്കുകയാണ് ഞാൻ. കറിച്ചാൽ മകളെ സൈക്കിൾ പോയല്ലേ? അനന്തു ജീവനെ പോലെ കൊണ്ടിടത്തുന്ന സൈക്കിൾ മോഷണം പോയി. എവിടെ വെച്ചാൽ പോയത്? ചാത്തൻ പറയുന്നു. എന്താ ചെയ്ത്? എവിടെ വെച്ചിട്ട് പോയോ? രാവിലെ ഞാൻ അവിടെ വെച്ചിട്ട് പോയി. തിരിച്ച് സ്കൂളിൽ വിട്ട് നമുക്ക് കാണാം. സ്കൂളിൽ പോയതാണോ? എവിടെ പഠിക്കുന്നത്? നമ്മുടെ പാരിപ്പള്ളിയിൽ. പാരിപ്പള്ളിയിൽ. മോൻ ഈ സൈക്കിൾ ആശിച്ച് വാങ്ങിച്ചാണോ? എൻ്റെ അപ്പവും മേടിച്ചെന്ന്. അപ്പോൾ അങ്ങനെ അവൻ്റെ അമ്മമ്മ തെണ്ടിപ്പറക്കി മേടിച്ചതാണ്. ഒരു വീട്ടിൽ തൂത്ത് കൊടുത്ത് മേടിച്ചതാണ് സൈക്കിൾ. ആ തൂത്തോട്ട് ചുറ്റി കെട്ടി മേടിച്ച സൈക്കിളാണ്. അപ്പം അമ്മക്കൊക്കെ വിഷമമുണ്ട്. ഞാൻ ഇവിടെ എല്ലാവരും പറയാറുണ്ട്, ഒരു പിരിവ് കൊടുത്തെങ്കിലും കൊച്ചൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പലയിടത്തും പല സൈക്കിൾ തിരക്കാറുമുണ്ട്. അവൻ്റെ ഒരു വിഷമം എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അവൻ്റെ സഹോദരിയും അവൻ്റെ അമ്മയൊക്കെ നമ്മുടെ മെമ്പറും കൂടും. മെമ്പറേ, കുട്ടിയുടെ സൈക്കിൾ പോയതുമായിട്ട് ബന്ധപ്പെട്ട് കല്ലമ്പലം പോലീസിൽ പരാതി കൊടുത്തിരുന്നു. അത് മാത്രമല്ല നമ്മൾ എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാം തന്നെ ഇട്ടു, ഫേസ്ബുക്കിലും എല്ലാം ഇട്ടു. അപ്പോൾ CCTV ക്യാമറ പല ഭാഗത്ത് പോയി കണ്ടുപിടിച്ചതിൽ നിന്ന് ഫുട്ടേജ് എടുത്തതിൽ നിന്നും 2 കുട്ടികളാണ് ഈ സൈക്കിൾ എടുത്തുകൊണ്ട് പോയതെന്ന് അറിഞ്ഞു. പക്ഷേ അത് നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയില്ലല്ലോ. അത് എനിക്ക് തോന്നുന്നു 10-15 വയസ്സിൽ, അതും ചെറിയ പിള്ളേരാണ്. അപ്പോൾ ഇവനെന്ന് പറഞ്ഞാൽ വളരെ ആശിച്ച് വാങ്ങിയൊരു സൈക്കിളാണ്. അവൻ്റെ അമ്മമ്മ വാങ്ങി കൊടുത്ത സൈക്കിളാണ്. വളരെ വർഷങ്ങളായിട്ട് ഒരു സൈക്കിൾ വേണമെന്നുള്ള ആഗ്രഹം പറയുന്നവരെല്ലാം കൂലിപ്പണിക്കാരാണ്. ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള സാമ്പത്തികമില്ല. അപ്പോൾ 7000 രൂപയ്ക്കാണ് ആ ഒരു സൈക്കിൾ വാങ്ങിയത്. അപ്പോൾ വളരെ സങ്കടപ്പെട്ട് എൻ്റെ അടുത്ത് തന്നെ 3-4 പ്രാവശ്യം വന്നു. അമ്മയാണ്. എനിക്ക് ശ്വാസം മുട്ടലാണ്. എൻ്റെ അമ്മയും അച്ഛനും കൂടെ ചേർന്നാണ് അവന് വാങ്ങിച്ചു കൊടുത്തത്. എന്ത് പാടോട്ടുന്ന എൻ്റെ ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്. 2 മാസം ആയതേ ഉള്ളൂ. ഓണത്തിന് വാങ്ങിച്ചത് 2 മാസം ആയതേ ഉള്ളൂ. എൻ്റെ കൊച്ച് ആഗ്രഹിച്ച് വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പം ഞാൻ അവരുടെ പറഞ്ഞപ്പോൾ അവർക്ക് സങ്കടം. എന്നുവെച്ചാൽ ചാത്തമ്പറ പോലെ രാവിലെ അവന് പോകണം, ട്യൂഷനും കൂടെ പോകണോണ്ട് നടന്ന് ദൂരം പോകണോണ്ട് അപ്പനും അമ്മമ്മയും ചേർന്ന് വാങ്ങിച്ചു കൊടുത്തതാണ്. എൻ്റെ അച്ഛനും അമ്മയും അമ്മ വീട്ടുകാലേക്ക് പോയാണ് ആ പൈസ കിട്ടി സ്വരൂപിച്ചാണ് എൻ്റെ അവന് വാങ്ങിച്ചു കൊടുത്തത്. അതാണ് വാങ്ങിച്ചു. എൻ്റെ കൊച്ചു സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്ന് നോക്കിയപ്പോൾ സൈക്കിൾ ഉണ്ടില്ല. എന്തു പറഞ്ഞാലും കാരണം ഒരു 7000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമ്മുടെ ഒരുപാട് കാശുള്ള ആൾക്കാർക്കൊക്കെ അതൊരു ചെറിയ തുകയായിരിക്കാം. പക്ഷേ നമ്മളെപ്പോലെ ആൾക്കാർക്കൊക്കെ 7000 രൂപ വലിയ തുക തന്നെയാണ്. നമുക്ക് അതൊന്നും എന്താ പറയുക, അതൊക്കെ മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ പൊടി മോൻ്റെ കണ്ണുകളിലും അവൻ്റെ സ്വരത്തിലും ആ ഒരു ദുഃഖമുണ്ട്. എന്തായാലും ഞാൻ മോൻ്റെ കോൺടാക്ട് നമ്പർ ഈ ഇതിൽ എന്തായാലും ഞാൻ കൊടുക്കും, സ്റ്റോറിക്കകത്ത് കൊടുക്കും. ആരെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാകട്ടെ ഒരു സൈക്കിളൊന്ന് ഇവന് സെറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ആ സങ്കടം മോൻ്റെയും മോളെയും അമ്മയുടെയും അവർ അത്രയും കഷ്ടപ്പെട്ടാണ് അവർ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തത്. എപ്പോഴും പറയുമല്ലോ, എപ്പോഴും സൈക്കിളിനെ കുറിച്ച് ഞാൻ പറയും. സൈക്കിളില്ലെങ്കിൽ ഒരാഴ്ച ട്യൂട്ടോറിയൽ സ്കൂളിൽ പോയില്ലേ? സ്കൂളിൽ പോയില്ല, ട്യൂട്ടോറിൽ പോയില്ല. അത്രയ്ക്ക് അതിലും നമുക്കുണ്ട്. നമ്മൾ കൊടുത്തുകൊടുക്കാൻ നിവൃത്തി നമുക്കില്ല, എന്നാലും ഉള്ള സഹായിക്കാം. ഏതായാലും നമ്മൾ ഈ ഒരു സങ്കടം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കിടുകയാണ്. ചെറിയ വാർത്തയെന്ന് ആരും കരുതരുത്, ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. കാശില്ലാത്തവർക്ക് ഒരു 7000 അല്ല, ഒരു 10 രൂപ പോലും വലിയ തുകയാണ്. നമ്മൾ അങ്ങനെയാണ് നിൽക്കുന്നത്, അങ്ങനെയാണ് സ്റ്റോറി ചെയ്യുന്നത്. അത്രയും സങ്കടമുള്ളതുകൊണ്ടാണ് ഈ വാർത്ത ചെയ്യുന്നത്. ഇസ്മേസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.